നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നെഞ്ചിടിപ്പേറുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, മാസങ്ങളായി മാധ്യമങ്ങളിൽ അടക്കി വാഴുന്ന മാസപ്പടി വിവാദം കേന്ദ്ര സംഘത്തിന്റെ നേതൃത്വത്തിൽ വഴിത്തിരിവിലേക്ക്. അതായത്, മുഖ്യന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണം അതിവേഗത്തിൽ നടത്തും. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം. എക്സാലോജി കമ്പനിയുടെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ CMRLന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന റെയ്ഡിൽ ED സംഘവുമുണ്ട്. താമസിയാതെ അന്വേഷണം അടുത്ത തലത്തിലേക്ക് കടക്കും. EDയുടെ സാന്നിധ്യം റെയ്ഡിന് പുതിയ മാനം നൽകുന്നുണ്ട്. അതേസമയം പിണറായിക്ക് തലവേദനയായി മറ്റൊരു പ്രധാന കാര്യവുമുണ്ട്. എന്തെന്നാൽ വീണയ്ക്കെതിരെയുള്ള അന്വേഷണത്തിൽ എത്തുന്നത് ഒരു വമ്പൻ സ്രാവ് തന്നെയാണ്. ഇനി അങ്ങോട്ട് പിണറായിയുടെയോ AKG ഭവന്റെയോ യാതൊരു കളികളും നടക്കില്ലെന്ന് സാരം. മകൾക്കെതിരെയുള്ള അന്വേഷണത്തിൽ പിണറായിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇത് ആഭ്യന്തരത്തിന്റെ പിടിയിൽ ഒതുങ്ങുന്നതല്ല എന്നത് തന്നെ. മുൻ ധനമന്ത്രി P ചിദംബരം പ്രതിയായ എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച SFIO സംഘത്തലവനായ അരുൺ പ്രസാദ് അന്വേഷണ ചുമതലയിലുള്ള 6 അംഗ സംഘമാണ് എക്സാലോജിക്കിന്റെ കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം വഹിക്കുന്നത്. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് ദല്ലി, ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദ്, K പ്രഭു, A ഗോകുൽനാഥ്, KMS നാരായൺ, വരുൺ BS എന്നിവരാണ് സംഘത്തിലുള്ളവർ. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് EDയും CBIയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത്. എക്സാലോജിക്കും കരിമണൽ കമ്പനി CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് SFIO കേസ് അന്വേഷിക്കുക. ഇടപാടുകളിൽ കള്ളക്കളി കണ്ടെത്തിയാൽ EDയും കേസെടുക്കും. ഇതോടെ പ്രതികളാകുന്നവരെല്ലാം അറസ്റ്റിലാകാനും സാധ്യതയുണ്ട്. അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ ശേഖരിക്കും. കൂടാതെ എക്സാലോജിക്കിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങാതെ CMRLിൽ നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയുമെല്ലാം SFIO അന്വേഷിക്കും. CMRL ഇവർക്കു നൽകിയ പണത്തിൽ നികുതി അടച്ച് സെറ്റിൽമെന്റ് ഇവർ ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരം. എന്തിന് പണം കൈപ്പറ്റി എന്നതിന് കൃത്യമായ ഉത്തരം അവരെല്ലാവരും നൽകേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയന് സൂചിപ്പിക്കുന്ന PVയിലേക്കും അന്വേഷണം തീർച്ചയായും എത്തും. ഈ ഒരു സാഹചര്യത്തിൽ പിണറായിക്ക് മൂടപ്പെട്ട പലതും അന്വേഷണ സംഘം മാന്തിയെടുക്കുമെന്ന ഉൾഭയം ഏറെയാണ്. ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അദ്ദേഹം ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഓർത്തു കാണില്ല. എല്ലാത്തിനും മേലെ പിണറായി ഭരണം മാത്രമാണെന്ന മൂടൻ ചിന്താഗതിയിൽ തനിക്ക് മേലെയാണ് നിയമം എന്നതും തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത വിഡ്ഢികളായ ജനങ്ങളെയും അദ്ദേഹം മറന്നിരിക്കുന്നു. വീണ 2014 കമ്പനി ആരംഭിക്കുന്നത്. അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് AKG സെന്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു. ഈ ഫ്ളാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത്. അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലേതായിരുന്നു. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകേണ്ടി വരുമ്പോൾ അത് AKG സെന്ററിന്റെ അഡ്രസ്സിൽ അയക്കുമോ എന്നതാണ് കേസിൽ രസകരമായ ഒരു വിഷയം. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ മകൾ വീണ സംരംഭം ആരംഭിച്ചത് ഭാര്യയുടെ പെൻഷൻ കാശ് ഉപയോഗിച്ചാണെന്ന പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു. കൂടാതെ കേസ് സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ ആദ്യ പ്രതികരണമാണിതെന്ന പ്രത്യേകതയുമുണ്ട്. കമ്പനി ആരംഭം കുറിച്ച 2014 സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 മുതൽ എക്സാലോജി കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയർന്നതിലെ നിഗൂഢത സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. വീണ വിജയനും വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്കിനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ വളരെ പെട്ടെന്നാണ് പുരോഗതി സംഭവിച്ചത്. എക്സാലോജിക്കിനെതിരായ നിലവിലെ ROC അന്വേഷണം SFIOക്ക് കൈമാറിയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SFIO അന്വേഷിക്കുക. മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും തൊഴിലാളി പാർട്ടിക്കും ഇത് കൂടുതൽ കുരുക്കാകുമെന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അടങ്ങുന്ന അന്വേഷണങ്ങളാണ് SFIOക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് SFIO നടത്തുക. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണ പരിധിയിൽ KSIDCയും ഉൾപ്പെടുമെന്നതാണ് മറ്റൊരു കാര്യം. എക്സാലോജിക് CMRL ഇടപാട് അന്വേഷണവും SFIOയുടെ പരിധിയിലായിരിക്കും. പാർട്ടിക്കും അധികാര കസേരയ്ക്കുമപ്പുറം തന്റെ കുടുംബത്തിന് നേരെ ഉയർന്ന ഭീഷണിയിൽ
ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുഖ്യൻ. നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇപ്പോൾ പിണറായിക്കില്ല. പക്ഷേ ജനങ്ങളെ കബളിപ്പിച്ച് സമ്പാദിച്ച കേസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ആരും കണ്ണു തുറക്കുകയുമില്ല. എന്തു തന്നെയായാലും 7.5 കൊല്ലം നീണ്ട ഈ കൊള്ള തുടർ ഭരണത്തിന്റെ ആദ്യ പകുതിയിലെങ്കിലും വഴിത്തിരിവിലായത് കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയാണ്. ജനാധിപത്യത്തിന് വിലയുണ്ടെന്ന പ്രതീക്ഷ.